ചേച്ചി, മോളിക്കുട്ടി, മോളിക്കുട്ടി. അയ്യോ പാവം, പേടിച്ചു പോയി. ഞാൻ പേടിച്ചൊന്നുമില്ല. ആഹാ. ആ പിന്നെ ചേച്ചി എന്തേ? എല്ലാരും പള്ളിയിൽ പോയിരിക്കുക. ആ ഇറച്ചി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, ഞാൻ പോവാ. ഇത്തിരി കഴിഞ്ഞു പോവാ. എടാ പട്ടി, എന്താണ് കിടന്ന് ഓടുന്നത്? എടാ എന്താണ് കിടന്ന് ഓടുന്നതെന്ന് രമേശ. എന്താ ഉണ്ടായി? അപ്പച്ചനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, കണ്ട ചെക്കന്മാരെ ഒന്ന് അകത്ത് കയറ്റരുതെന്ന്. രമേശ, രമേശ, നീ ഒന്നും കഴിക്കുന്നില്ലേ? എന്ത് പറ്റി എന്റെ മോന്? ഒന്നുമില്ല. പിന്നെ നീ എന്താ വല്ലാതിരിക്കുന്നേ? ഞാനിനി മുതലാളിയുടെ അവിടെ ജോലിക്ക് പോണില്ല. എന്ത് പറ്റി? ഒന്നുമില്ല, എനിക്കിഷ്ടല്ല. ഇവളെ കൊല്ലണ്ട, ഇവളെ ഞാൻ എന്ത് ചെയ്യാനാ? അവളെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോ. നിന്നോടാരാ പറഞ്ഞേ? പള്ളി പോയപ്പോ അവളെ കൂടെ കൊണ്ടുപോകാറില്ലേ? അതാ ഇപ്പൊ കുറ്റം. വരണില്ല എന്ന് പറഞ്ഞാൽ തല്ലി കൊണ്ടുപോകാൻ പറ്റുമോ? പ്രായമായൊരു പെണ്ണ, എല്ലാരും ശ്രദ്ധിക്കേണ്ടതാ. നിനക്കാൻ കിട്ടാൻ പോകുന്നേ അവളെ ന്യായം പറഞ്ഞു കേട്ടില്ലേ? അവളോട് തട്ടിക്കയറിയിട്ട് എന്താ കാര്യം? അവൾ പറയുന്നത് സത്യമല്ലേ? നിനക്ക് ഇവിടെ വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കാൻ എവിടെയാ നേരം? എനിക്ക് പണിക്ക് പോണ്ടേ? 19 പേര് നിത്യവും പണിയുന്ന. ഓ, നീ അവിടെ പെറ്റ് കിടന്നില്ലേ? ഈ പണി നടക്കേല. രാത്രിയിൽ എന്താ പണി? മണലെടുക്കുന്നോ? ഒന്നും അറിയാഞ്ഞിട്ടല്ല, മൂത്തോര് കാണിച്ചു കൊടുക്കണല്ലേ താഴെയുള്ളവര് പഠിക്കണേ. അപ്പനും വലിയ കാര്യമൊന്നും പറയണ്ട, എനിക്കറിയാം ചിലതൊക്കെ. വെറുതെ നമ്മൾ തമ്മിൽ ചെളിവാരി അറിയാണ്ട് ഇതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ ആലോചിക്കും. ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, പെണ്ണിനെ കെട്ടിച്ചുവിടാൻ നോക്ക്. അല്ലാതെ ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിക്കാനാ? നീ എന്താടി പറഞ്ഞു വരുന്നത്? അവനെ വെറുതെ വിടാനോ? എങ്കിൽ സണ്ണിച്ച മേപ്പള്ളി കൊച്ചോടെ മോനല്ല. അപ്പൊ നമ്മുടെ പെണ്ണിന്റെ ഭാവി? അവളുടെ ഭാവിക്ക് ഒരു കുഴപ്പവുമില്ല. മേപ്പള്ളി കൊച്ചുവർക്കോടും മക്കളോടും കളിച്ചാ ആ കളി തലതെറിക്കുന്ന കളിയാ. അത് അറിയിച്ചു കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എന്നാ ഉറക്കളക്കാണ്ട് പോയി കിടക്ക്. പടി. കുഞ്ഞപ്പേട്ട, ഒരു പണം. അപ്പൊ രമേശനോ? അടിയിലാണ്. പിടിച്ചു മാറ്റാനൊന്നും പോണ്ട. പയ്യൻ തല്ലരുത്. മാത്രമാണ്
എന്തിനായി പാവം ചെക്കൻ ഇങ്ങനെ തല്ലുന്നേ? നീ ആണോ ചോദിക്കാൻ? ആരും ആയിട്ടല്ല, കണ്ടിട്ട് സഹിക്കണില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ സമാധാനം ഉണ്ടാക്കാം. കാര്യം എന്താന്ന് പറ. പറയാൻ മനസ്സിലാക്കല്ലോ. എന്നാ ഇനി ഇവനെ തൊടാനും പറ്റില്ല. വിലകാ അടിയവനെ. എന്നെ എന്റെ മോനെ തല്ലി ചതച്ചിട്ട് ഒരുത്തരും ഇല്ലടാ അവിടെ ചോദിക്കാൻ. എന്റെ ചോറ് തിന്നുന്ന ഒരു പട്ടിയില്ലടാ ഈ നാട്ടില്. തിന്നണ ചോറിന് നന്ദി കാണിക്കുന്ന പട്ടികളുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഒരുത്തനും ഇല്ലടാ. ചന്ദ്രു ഒറ്റയ്ക്ക. ധൈര്യമുള്ളവരുണ്ട്, ഇറങ്ങി വാടാ. പിന്നീന്ന് കുത്തിയവനെ തട്ടിയിട്ടേ ചന്ദ്രു ചാവൂ. അത് ഓർത്തിട്ട് വന്നാ മതി. എടാ ഒന്ന് പതുക്കെ. അപ്പച്ചാ, സണ്ണിച്ചായനെ കാണുന്നില്ലല്ലോ. ആ വരും, ഒരാവശ്യത്തിന് പോയിരിക്കുക. ഇനിയും വഴക്കിനും വയ്യാവിലേക്കും പോണോ? കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ചാ മതി. അതിന് കൊച്ചുവർക്ക് വേറെ ജനിക്കണം. ഇന്നോളം എന്റെ മുഖത്ത് നോക്കി കമാന്ന് രക്ഷ ഒരുത്തനും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവൻ പെൺകുട്ടി നമ്മുടെയാ. മാനക്കേട് വന്നുപെട്ട പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? പിന്നെ മാനക്കേട്. മേപ്പുള്ളിക്കാരുടെ പെട്ടി പണം ഉണ്ടെങ്കിൽ ഒരു മാനക്കേടും പ്രശ്നമല്ല. നീ പൊടി അപ്പുറത്ത്. അവള് ഗുണദോഷിക്കാൻ വന്നിരിക്കുന്നു. ചവിട്ട് ഇവിടെയല്ലേ? മേപ്പുള്ളി കൊച്ചുവർക്കി മോനും അങ്ങാടി കിടന്ന് പട്ടിയെ പോലെ തല്ലുകൊണ്ടിട്ട് നീയൊക്കെ ഞാനങ്ങ് ക്ഷമിച്ചത്. ക്ഷമിച്ചത് നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നീയൊക്കെ പോയി അവന്റെ മുതലാളി എന്നെ അത്രയ്ക്കങ്ങ് കൊച്ചാക്കണ്ട. പുഴക്കടവിൽ ശവം പൊങ്ങുന്ന ഒരു പുതുമയൊന്നുമല്ല. ആ പൊങ്ങുന്നത് നിന്റെ ശവമായിരിക്കും. മുതലാളി എന്താടാ? കട പൂട്ടി. ആ രാജമ്മ അങ്ങാടിലൊന്ന് പൂരപ്പാട്ടാ. ഷോ, ചെകിട അടച്ചുപോയി. മുതലാളി മോളെയും കുറിച്ച് പറയാത്ത ചീത്ത ഒന്നുമില്ല. നാണക്കേട്. ആളുകളൊക്കെ കേട്ട് നിന്ന് ചിരിക്കുക. മുതലാളി ഒരു വാക്ക് വിണ്ടിയാ മതി. ഞാൻ അവളെ ജീവനോടെ തീലിട്ട് ചൂടും. അതിനെ ആമ്പിള്ളാര് വേറെ വരും.